കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചത് എന്തിനാണ്? കോ ഫൗണ്ടറായിരുന്ന റിയാസ് കോമുവിനെ പോലെ ബോസിന്റെ കസേര തെറിച്ചതും പീഡന പരാതിക്ക് പിന്നാലെയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജിവെച്ചതെന്ന അയാളുടെ വിശദീകരണം പച്ചക്കള്ളമായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ബിനാലെയിലെ ലൈംഗികാരോപണം പുറത്തുവരുന്നത്. ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി. ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന യുവതി ICCക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് രാജിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം ബിനാലെ ചെയർമാൻ വേണു വാസുദേവൻ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ബോസ് കൃഷ്ണമാചാരി ആരോപണം നിഷേധിക്കുകയാണ്. വർഷങ്ങളായി ബിനാലെയുടെ മുഖമായിരുന്ന കൃഷ്ണമാചാരിക്കെതിരെയാണ് ലൈംഗികാരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. ബോസിനു കീഴിലെ ബിനാലെ ഫൗണ്ടേഷന്റെ ഭാഗമായി ജോലി ചെയ്യുന്ന യുവതിയാണ് പരാതിക്കാരി. ബിനാലെയുടെ ഇന്റേണൽ കമ്മിറ്റിക്കാണ് പരാതി ലഭിച്ചത്. ജോലിയുടെ ഭാഗമെന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിയിലെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നുമാണ് പരാതി. 2025 ഡിസംബർ 28-നായിരുന്നു സംഭവം. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ വേണു വാസുദേവൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഫൗണ്ടേഷന്റെ ICCക്ക് മുന്നിൽ കൃഷ്ണമാചാരിക്കെതിരെ ലൈംഗിക പീഡന പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രതികരണം. പരാതി ലഭിച്ചതോടെ പോഷ് നിയമപ്രകാരം ബോസ് കൃഷ്ണമാചാരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ICC നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ നമുക്കിപ്പം ഈ സ്റ്റേജിൽ പറയാൻ പാടുള്ളൂ. നമുക്കതൊക്കെ മനസ്സിലായ കാര്യമല്ലേ. പോഷ് പ്രകാരം ആയിരിക്കുമല്ലോ കേസ് എടുത്തിട്ടുണ്ടാവും. ICCക്കാണ് പരാതി. പോഷ് ആക്ടിന്റെ കീഴിലുള്ള ICCക്കാണ് പരാതി പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പോഷ് ആക്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പരാതി ലഭിച്ചാൽ വർക്ക് പ്ലേസിൽ നിന്നും അവർ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അതിന്റെ സാഹചര്യം വരാൻ പാടില്ല എന്നുള്ളത് ആക്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം റിസൈൻ ചെയ്തത്.